ദ്വീപായ കോർസിക്ക സന്ദർശിക്കുന്ന കത്തോലിക്ക സഭയുടെ ആദ്യ പരമാധ്യക്ഷൻ എന്ന ഖ്യാതിയോടെ ഫ്രാൻസിസ് പാപ്പയുടെ ഏകദിന സന്ദർശനം പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസമാണ് യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന ആപ്തവാക്യവുമായി ഫ്രാൻസിസ് പാപ്പ ഫ്രഞ്ച് ദ്വീപായ കോർസിക്കയിൽ സന്ദർശനം നടത്തിയത്. പൗരാധികാരികളുടെയും പ്രാദേശിക സഭാധികാരികളുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തലസ്ഥാനമായ അജാസിയോയിൽ നടന്ന മതസമ്മേളനത്തിന്റെ സമാപനത്തിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമായും പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. രാവിലെ പ്രാദേശിക സമയം 9 മണിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അജക്സിയോയിലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പയ്ക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി യുവജനങ്ങളോട് നടത്തിയ സംവാദം വളച്ചൊടിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് KCYM തലശ്ശേരി അതിരൂപത. യൂടോക്ക് എന്ന പേരിൽ യുവജനങ്ങളുമായി നടത്തിയ സംവാദ പരിപാടിയിൽ സഭവിരുദ്ധ സംഘടനകൾ സഭയുടെ സംഘടനകളെ പറ്റി പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ തുറന്നു കാണിച്ച് പാംബ്ലാനി പിതാവ് നടത്തിയ പരാമർശങ്ങളെയാണ് തെറ്റായ അർത്ഥം വരുന്ന രീതിയിൽ വളച്ചൊടിച്ചിരിക്കുന്നത്. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ നാളുകളായി നടക്കുന്ന സൈബർ ആക്രമണം തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തോടെയാണെന്നും നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയത്തിൽ വീണുപോകുന്നവരല്ല തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങളെന്ന ഓർമ്മപ്പെടുത്തലുമായി KCYM തലശ്ശേരി അതിരൂപത. ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനന തിരുനാളിനായി ലോകമെങ്ങും തയ്യാറെടുക്കുമ്പോഴും നൈജീരിയയിലെ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലെ ക്രൈസ്തവർ കഴിയുന്നത് കൊടിയ ഭീതിയിൽ. ക്രിസ്തുമസ് കാലത്ത് നൈജീരിയൻ ക്രൈസ്തവർക്ക് നേരെയുള്ള കടുത്ത ആക്രമണങ്ങൾ പതിവാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ലോകത്തെ ക്രൈസ്തവ രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും നൈജീരിയയിലാണെന്നത് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ വ്യാപ്തി തുറന്നുകാട്ടുന്നു. 2009-2023 കാലയളവിൽ 1,00,000-ലധികം ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊളംബിയയിലെ സെന്റ് ജോസ് ഡി വെന്യേഷ്യയുടെ സങ്കേതത്തിൽ ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തിരുപ്പിറവി രംഗം പൂർത്തിയായി വരുന്നു. ഇതിന്റെ നിർമ്മാണത്തിന് 1 വർഷത്തിലേറെ സമയമെടുത്തു. ഏകദേശം 3000-ഓളം പ്രതിരൂപങ്ങൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 വർഷം മുമ്പ് ആർക്കിടെക്ട് ലൂയിസ് ഫെർണാണ്ടോ ബെറ്റാൻകുറിനാണ് വലുപ്പത്തിലുള്ള ഒരു തിരുപ്പിറവി രംഗം ഉണ്ടാക്കുക എന്ന ആശയം ജനിപ്പിച്ചത്. റോമിലെ മരിയ മക്കോറ പേപ്പൽ ബസിലിക്കയിൽ ഡിസംബർ 14-ന് ജീവനുള്ള തിരുപ്പിറവി രംഗം സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് മുമ്പും ശേഷവും പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ ബസിലിക്ക. പുൽത്തൊട്ടി, തിരുപ്പിറവി രംഗം എന്നിവയുടെ പാരമ്പര്യം ആരംഭിച്ചത് 1223-ലെ ക്രിസ്മസ് കാലത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി രെസിയോ പട്ടണത്തിൽ നിന്നാണ്.